നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സമഗ്രയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് നോക്കുക. ഓണപരീക്ഷയ്ക്ക് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. 2.5 മണിക്കൂർ എക്സാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ടോട്ടൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ആ 4 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം. നിങ്ങൾ മാത്സിന്റെ എക്സാം എഴുതുമ്പോൾ കൃത്യം ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് സമയം തികയത്തില്ല. ഇവിടെ നമുക്ക് ആദ്യത്തെ സെക്ഷൻ ചെയ്യാനായിട്ട് 10 മിനിറ്റ് കൂടുതൽ നിങ്ങൾ എടുക്കരുത്. 10 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ ഈ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞോണം. ആദ്യത്തെ സെക്ഷനിൽ 3 ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പെൻ ആൻഡ് 2 പെൻസിൽസ് ഈസ് 17 rupees. ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ ഈസ് 13 rupees. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പേനയ്ക്കും 2 പെൻസിലിനും കൂടെ 17 രൂപയും ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടെ 13 രൂപയായി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പെൻസിലിന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പേനയുടെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എങ്ങനെ നമുക്ക് ചെയ്യാം? ആ പേനയുടെ വില എക്സ് ആയിട്ട് എടുക്കാം അല്ലെ. കോസ്റ്റ് ഓഫ് എ പെൻ ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ പെൻസിലോ അത് നമുക്ക് y ആയിട്ട് എടുക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? ഒരു പേനയ്ക്കും 2 പെൻസിലിനും കൂടെ 17 രൂപ അല്ലെ. പേനയുടെ വില എക്സ് ആണ്, അതായത് എക്സ് പ്ലസ് 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 17. അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടെ 13 രൂപ അല്ലെ. അതായത് എക്സ് പ്ലസ് ഒരു പേന പ്ലസ് ഒരു പെൻസിൽ, അതായത് y ദാറ്റ് ഈസ് ഈക്വൽ ടു 13. ഇനി എന്ത് ചെയ്യുക? എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ടിടത്തും സെയിം ആണ് അല്ലെ. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ 1 മൈനസ് 2. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സ് 0 കിട്ടും. ദെൻ പ്ലസ് 2y മൈനസ് y കിട്ടും അല്ലെ. y ദാറ്റ് ഈസ് ഈക്വൽ ടു 17 മൈനസ് 13 4 കിട്ടും അല്ലെ. അതായത് y ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അതായത് പെൻസിലിന്റെ വില 4 ആയിട്ട് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പെൻസിലിന്റെ വില 4. ഇനി പേനയുടെ വില അല്ലെ. പേനയുടെ വില കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? y ഈക്വൽ ടു 4 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? എക്സ് പ്ലസ് 2y ആണ്. അപ്പൊ 2 ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ്? 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 17. ദെൻ എക്സ് പ്ലസ് 2 ഇൻറ്റു 4 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 17. അങ്ങനെയാണെങ്കിൽ എക്സോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 17 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും അല്ലെ. അതായത് എക്സിന്റെ വാല്യൂ 9 എന്ന് കിട്ടും. എക്സ് എന്തായിട്ടായിരുന്നു എടുത്തിരുന്നത്? പേനയുടെ വില അല്ലെ. അപ്പോൾ പേനയുടെ വില എത്രയാണ്? ₹9. പെൻസിലിന്റെ വില 4 രൂപ എന്നും പേനയുടെ വില 9 രൂപ എന്നും കിട്ടി. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 4 centimeter. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ? നമുക്കൊരു സമയത്തിനും തന്നിട്ടുണ്ട്, അതിന്റെ ചുറ്റളവ് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു വശത്തിന്റെ നീളവും ചോദിച്ചിട്ടുണ്ട്, വികരണത്തിന്റെ നീളവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലെ. ആദ്യം നമുക്ക് സൈഡ് എക്സ് ആയിട്ട് എടുക്കാം. സ്ക്വയറിന്റെ സൈഡ് ഈക്വൽ ടു എക്സ്. സ്ക്വയറിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 4 സെന്റിമീറ്റർ അല്ലെ. പെരിമീറ്റർ ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? സൈഡ് എക്സ് ആണെങ്കിൽ 4x അല്ലേ. 4x ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതായത് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4x ആണ്. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, അത് 4 ആണ്. അതായത് 4x ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ സൈഡ് എത്രയാണ്? എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 4 ഈ സൈഡിൽ കൊണ്ടുവന്നാൽ പോരെ. അതായത് 4 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? 1 സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ. നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് 1 സെന്റിമീറ്റർ ആയിട്ട് കിട്ടി. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയില്ലേ. ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ. അടുത്ത നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികരണം കണ്ടുപിടിക്കണം അല്ലെ. ഇതാണ് നമ്മുടെ സ്ക്വയർ. ആ സ്ക്വയറിന്റെ വികരണം അല്ലെങ്കിൽ ഡയഗണൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈഡ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 സെന്റിമീറ്റർ അല്ലെ. 1 സെന്റിമീറ്റർ വീതം. ഈ ഡയഗണൽ കട്ട് ചെയ്യുന്നത് 2 റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടല്ലേ. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരും നമ്മുടെ ഡയഗണൽ. അവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യത്തില്ലേ? എന്താണ് പൈത്തഗോറസ് തിയറം? ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ അല്ലെ. ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ബേസിന്റെ സ്ക്വയർ, ബേസ് 1 സെന്റിമീറ്റർ ആണ് അല്ലെ. അതായത് 1 സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ വീണ്ടും 1 സെന്റിമീറ്റർ അല്ലെ. 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് എന്നാ? ഡയഗണൽ അല്ലെ. അതായത് ഡയഗണലിന്റെ സ്ക്വയർ ഡി സ്ക്വയർ. 1 സ്ക്വയർ 1 പ്ലസ് 1 സ്ക്വയർ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു
ഡയഗണലിന്റെ സ്ക്വയർ അല്ലെങ്കിൽ വികരണത്തിന്റെ സ്ക്വയർ ഡി സ്ക്വയർ. 1 + 1 2 കിട്ടും അല്ലെ. 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ എത്രയാണ്? ഡി കണ്ടുപിടിച്ചാൽ പോരെ, അതായത് റൂട്ട് കണ്ടുപിടിക്കണം അല്ലെ. 2ന്റെ റൂട്ട് എടുക്കുക, √2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. √2ന്റെ വാല്യൂ നമുക്കറിയാലോ, സെന്റിമീറ്ററിലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് സെന്റിമീറ്റർ സഹിതമുള്ള വാല്യൂ 1.41 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ സ്ക്വയറിന്റെ ഡയഗണൽ എത്രയായിട്ട് കിട്ടും? 1.41 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ P divides AB in the ratio 1:2. The lines BC and PD are parallel lines. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് BC എന്ന് പറയുന്ന ഈ സൈഡിന് പാരലൽ ആണ് ഏത്? PD എന്ന ഈ ലൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? AD ഈസ് CD കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. AD ഇതാണ് അല്ലെ. AD ഈസ് CD കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡിനെയും ഈക്വൽ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ടല്ലോ. ഏത് റേഷ്യോ തന്നിരിക്കുന്നത്? AB എന്ന് പറയുന്ന ഈ സൈഡിനെ P ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ തന്നിരിക്കുന്നത് അല്ലെ. അത് എത്രയാണ്? 1:2. അതായത് ഈ സൈഡിന്റെ റേഷ്യോ 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡിനും സെയിം റേഷ്യോ തന്നെയായിരിക്കണ്ടേ. മൂന്നാമത്തെ സൈഡായ AC-നെ D ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഏത് തന്നെയായിരിക്കും? 1:2 തന്നെയായിരിക്കും അല്ലെ. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? 1:2. അടുത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് AD 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AD ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ലെങ്ത് 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? AC-യുടെ ഈ ടോട്ടൽ ലെങ്ത് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഈ ടോട്ടൽ ലെങ്തിന്റെ എത്ര പാർട്ടാണ് AD? അതായത് AD ഡിവൈഡഡ് ബൈ AC അത് എത്രയാണ്? ഈ ടോട്ടൽ എന്ന് പറയുന്നത് 1 + 2 ടോട്ടൽ 3 ആണ് എങ്കിൽ അതിന്റെ ഒരു പാർട്ട് മാത്രമാണല്ലേ ഈ AD. അത് നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം? ആ ടോട്ടൽ 3 ആണെങ്കിൽ അതിന്റെ ഒരു പാർട്ട് അതല്ലേ AD ഡിവൈഡ് ബൈ AC. AC ആണ് ടോട്ടൽ, AD അതിന്റെ ഒരു പാർട്ട് അല്ലെ. ദെൻ ADയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ADക്ക് പകരം എത്രയായിട്ട് എഴുതാം? 5 സെന്റിമീറ്റർ എന്ന് എഴുതാം അല്ലെ. അതായത് 5 ഡിവൈഡ് ബൈ AC ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ആയിട്ട് കിട്ടുന്നത്. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 5 × 3 5 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു AC × 1 അല്ലെ. അതായത് AC 5 × 3 എത്രയാണ്? 15 അല്ലെ. 15 ദാറ്റ് ഈസ് ഈക്വൽ ടു AC എന്ന് കിട്ടും. ADയുടെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ് എങ്കിൽ AC-യുടെ ലെങ്ത് എത്രയായിരിക്കും? 15 സെന്റിമീറ്റർ. AC-യുടെ ലെങ്ത് 15 സെന്റിമീറ്റർ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇന്റിജേഴ്സ് x and y are related as x + y = 12 and xy = 11. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് x + 1 × y + 1. ഫൈൻഡ് x + 1 × y + 1. നമുക്കിവിടെ എക്സും വൈയും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നിട്ടുണ്ട് അല്ലെ. x + y = 12 ആണ്, xy = 11 ആണ്. നമ്മളിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? x + 1 × y + 1 എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ x + 1 × y + 1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ആദ്യം ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. x + 1 × y + 1. ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? ആദ്യത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ആദ്യം x × y ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x × y എത്രയാണ്? xy അല്ലെ. xy then x × 1 x അല്ലെ. സോ പ്ലസ് x then 1 × y y പ്ലസ് 1 × 1 കിട്ടും അല്ലെ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആയില്ലേ. ഒന്നാമത്തെ ആൻസർ എന്താ? xy പ്ലസ് x പ്ലസ് y പ്ലസ് 1 എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താണ്? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തിട്ടേക്കുവാണ്. ഇനി ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. xy നമുക്ക് തന്നിട്ടുണ്ട്. xy എത്രയാണ്? 11 അല്ലെ. അപ്പൊ ആദ്യത്തെ ടൈം xyയുടെ സ്ഥാനത്ത് 11 എഴുതണം. 11 ദെൻ അടുത്ത് x + y തന്നിട്ടുണ്ടല്ലോ, അത് 12 ആണ് അല്ലെ. ഇവിടെ നോക്കിയേ x + y അല്ലെ. x + yയുടെ സ്ഥാനത്ത് 12 എഴുതുക. സോ പ്ലസ് 12 ദെൻ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 + 12 + 1 എത്രയാണ്? 24 അല്ലെ. 24 നമുക്ക് എത്രയായിട്ട് ആൻസർ കിട്ടും? 24. അതായത് ഇതിന്റെ ആൻസർ, രണ്ടാമത്തെ ആൻസർ എത്രയാണ്? 24. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിലെ 4 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് മാത്രം എക്സാമിന് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് രണ്ടാമത്തെ സെക്ഷൻ. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ആകെ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിനകത്ത് 4 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. 20 മിനിറ്റിനുള്ളിൽ ഈ സെക്ഷൻസിലെ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ടൈം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. 20 മിനിറ്റ് കൊണ്ട് 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 3 equations are given below. X plus y equal to 7 ഉണ്ട്. Y plus z equal to 4 ഉണ്ട്. X plus z equal to 3 ഉണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? X plus y plus z കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ X, Y, Z ഇവയുടെ എല്ലാം വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം X plus y plus z എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് ആഡ് ചെയ്യുക. ഏതൊക്കെ ഇക്വേഷൻ ഉള്ളത്? X plus y that is equal to 7 ഉണ്ട്. Then y plus z that is equal to 4. അടുത്തത് X plus z that is equal to 3. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആഡ് ചെയ്യുക, റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ആഡ് ചെയ്യുക. ഒന്ന് ആഡ് ചെയ്തേ. X plus y, then plus y plus z, y plus z plus x plus z. ഈ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡോ? 7 plus 4 plus 3. 7 plus 4 plus 3. ഇനി ഇത് നോക്കിയേ, 2x ഉണ്ട് അല്ലേ? ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. അതായത് 2x. y എത്ര ഉണ്ട്? 2y ഉണ്ട് അല്ലേ? പ്ലസ് 2y. ദെൻ ഇസഡോ? ഇസഡും 2 ഉണ്ട്. സോ പ്ലസ് 2z. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് എത്രയാ വാല്യൂ? 7 plus 3 10 plus 4 14 വരും അല്ലേ? 14. ഇനി ഇതിനകത്ത് നിന്നല്ല 2 ഔട്ട് സൈഡ് എടുക്കത്തില്ലേ? അപ്പോൾ 2 into, ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത്? x പ്ലസ് y പ്ലസ് z. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 എന്ന് കിട്ടും അല്ലേ? ഇനി ഈ 2 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേ. അപ്പൊ എന്ത് വരും? x പ്ലസ് y പ്ലസ് z. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 2 ആകും അല്ലേ? 2 ഇപ്പുറ സൈഡ് കൊണ്ടുവരുമ്പോൾ 14 ഡിവൈഡ് ബൈ 2 ആകും. അതായത് 7 കിട്ടും അല്ലേ? x പ്ലസ് y പ്ലസ് ഇസഡിന്റെ വാല്യൂ എത്രയായിട്ട് കിട്ടി? 7 ആയിട്ട് കിട്ടി. അതായത് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എത്രയായിട്ട് കിട്ടി? 7 ആയിട്ട് കിട്ടി. ഇനി നമ്മളോട് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാം. എന്തായിരുന്നു ഇക്വേഷൻ? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇതിനകത്ത് എക്സ് പ്ലസ് വൈ നമുക്ക് അറിയാലോ, തന്നിട്ടുണ്ടല്ലോ. എക്സ് പ്ലസ് വൈ 7 ആണ് അല്ലേ? അതായത് എക്സ് പ്ലസ് വൈക്ക് പകരം എന്ത് കൊടുക്കാം? 7 പ്ലസ് ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇസഡോ? ഈ 7 ഈ സൈഡിൽ കൊണ്ടുവന്നാൽ പോരെ? അപ്പോൾ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0 ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇസഡിന്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അടുത്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആണ്. ഇനി ഇതിനകത്ത് എക്സ് പ്ലസ് ഇസഡ് എത്രയാണെന്ന് അറിയാലോ? അത് എത്രയാ? 3 അല്ലേ? എക്സ് പ്ലസ് ഇസഡ്, അതായത് ഈ എക്സും ഇസഡും കൂടെ കൂട്ടുന്നത് എത്രയായിട്ട് കിട്ടി? 3 ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ 3 പ്ലസ് പിന്നെ ബാക്കി ഏതാ ഉള്ളത്? y അല്ലേ? y ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ y എത്രയാണ്? ഈ 3 ഈ സൈഡിൽ കൊണ്ടുവരിക. അതായത് 7 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. y എത്രയാണ്? 4. y ഈക്വൽ ടു 4. ഇനി അടുത്ത് എക്സും കൂടെ കണ്ടുപിടിക്കണം അല്ലേ? ആ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തേ. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇനി ഇതിനകത്ത് നിന്ന് y പ്ലസ് ഇസഡ് നമുക്കറിയാലോ, എത്രയാ? 4 അല്ലേ? അതായത് y പ്ലസ് ഇസഡിന്റെ സ്ഥാനത്ത് 4 എഴുതുക. എക്സ് പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ എക്സോ? എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഈ സൈഡ് കൊണ്ടുവന്നേ. 7 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3. എക്സിന്റെ വാല്യൂ എത്രയാ? എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഓരോന്നിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇസഡ് 0, y 4, എക്സ് 3. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടെക്സ് to the opposite side of an equilateral triangle is √3 centimeter. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? ബി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. നമുക്കൊരു ട്രയാങ്കിളിന്റെ ഉയരം തന്നിട്ടുണ്ട്. അത് എത്രയാണ്? √3 സെന്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ സൈഡും സെയിം അല്ലേ? ഞാൻ എല്ലാ സൈഡും എക്സ് ആയിട്ട് എടുത്തു. എക്സ് സെന്റിമീറ്റർ.
ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകത എന്താ? അതിന്റെ ഹൈറ്റ് ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് അല്ലേ? അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക, അതിനകത്ത് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറത്തിൽ ഹൈറ്റിന്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഹൈറ്റിന്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിനിസിന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ അല്ലേ? ഹൈറ്റിന്റെ സ്ക്വയർ അതായത് √3 ആണ് നമ്മുടെ ഹൈറ്റ്. ഹൈറ്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനിസിന്റെ സ്ക്വയർ. ഹൈപ്പോട്ടിനിസ് ഏതാണ്? നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ? അതായത് എക്സിന്റെ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് ദെൻ ബേസിന്റെ സ്ക്വയർ. ബേസ് എത്രയാ? ഇത് ടോട്ടൽ ആണ് എക്സ് സെന്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതിയല്ലേ ബേസ്? റൈറ്റ് ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയേ ഉള്ളൂ, അതായത് x/2. x/2ന്റെ സ്ക്വയർ. ദെൻ ഇതൊന്ന് ചെയ്തേ, √3യുടെ സ്ക്വയർ 3 കിട്ടും അല്ലേ? 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് x/2ന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ അല്ലേ? അതായത് 4. ദെൻ ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിക്കേ, 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്, അതുകൊണ്ട് എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ എത്രയാക്കണം? 4 ആക്കണം അല്ലേ? അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4x സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും, മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഇനി ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്തേ, അതായത് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എത്രയാണ്? 4 തന്നെ അല്ലേ? 4. അതായത് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഇനി 4 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേ, അതായത് 3 × 4 കിട്ടും അല്ലേ? 3 × 4 എത്രയാണ്? 12. 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറോ? ഇനി ഈ 3 കൂടെ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. 12 ഡിവൈഡ് ബൈ 3 4 അല്ലേ? 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ ആണ് 4. അങ്ങനെയാണെങ്കിൽ എക്സോ? √4 അല്ലേ? √4 എത്രയാ? 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് ഏതായിട്ടാണ് നമ്മൾ എടുത്തത്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, അതായത് ഒരു സൈഡ് എത്രയാണ്? 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നോ? ഒരു സൈഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഹാഫ് ബി എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി. ബേസ് എത്രയാണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ? 2 സെന്റിമീറ്റർ. 2 ഇൻറ്റു എച്ച് ഹൈറ്റ് എത്രയാ? തന്നിട്ടുണ്ടല്ലോ, √3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? √3 എന്ന് കിട്ടും. √3യുടെ വാല്യൂ എത്രയാണ്? 1.73. അപ്പൊ നമുക്ക് ഏരിയ എത്രയായിട്ട് കിട്ടും? 1.73 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ 1.73 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എ പോയിന്റ് G divides the median of a triangle in the ratio 2:1 as in the figure. The line PQ is parallel to BC. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഈ ട്രയാങ്കിളിന്റെ മീഡിയനെ G ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? 2:1 ആണ് അല്ലേ? 2:1 ആണ്. അതുപോലെ തന്നെ PQ BCക്ക് പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സമാന്തരവുമാണ്. നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ സ്പെഷ്യൽ നെയിം ഓഫ് G ഇൻ എ ട്രയാങ്കിൾ. അതായത് മീഡിയനെ G ഡിവൈഡ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാണ്? 2:1 ആണ് അല്ലേ? ഒരു കോർണറിൽ നിന്ന് 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് G ഡിവൈഡ് ചെയ്യുന്നത്. അത് എന്തിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? മീഡിയനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? മീഡിയനെ അല്ലെങ്കിൽ നടുവരയെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ G എന്ന് പറയുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരെന്നാ? സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമകേന്ദ്രം. അപ്പോൾ ജിയുടെ പേരെന്താണ്? സെൻട്രോയിഡ് അല്ലെങ്കിൽ മലയാളത്തില് മധ്യമകേന്ദ്രം. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് AP to PB ചോദിച്ചിട്ടുണ്ട് അല്ലേ? AP to PB. AP എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ്, PB ഈ ലെങ്ത് അല്ലേ? അപ്പോൾ ഇവയുടെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ADനെ G ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? 2:1 അല്ലേ? നമ്മൾ ഈ ചെറിയ ട്രയാങ്കിൾ പരിഗണിക്കുകയെന്ന് വിചാരിക്കുക. അതായത് ഏത് ട്രയാങ്കിള്? BDAB. ഈ ട്രയാങ്കിൾ പരിഗണിക്കുകയെന്ന് വിചാരിക്കുക. നമുക്ക് തന്നിട്ടുണ്ടല്ലോ BCയും PQയും പാരലൽ ആണെന്ന്. അതായത് ഈ ട്രയാങ്കിളിന്റെ
ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന വരയാണ് ഏത് പി ക്യു എന്ന് പറയുന്നത് അല്ലെ. ആ വരയുടെ പ്രത്യേകത എന്താ? മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 2:1 തന്നെയാണ് എവിടുത്തെ റേഷ്യോ? ഈ സൈഡിന്റെ റേഷ്യോ അല്ലെ. 2:1 തന്നെയാണ്. അതായത് AP:PB അതിന്റെ റേഷ്യോ എത്രയായിരിക്കും? 2:1. അടുത്തത് AC 21 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? AQ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. AC എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്ത് AC. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതോ അതിന്റെ ഒരു പാർട്ട് അല്ലെ AQ. ഈ ACനെ Q ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? അതും 2:1 തന്നെയാണ് അല്ലെ. 2:1 തന്നെയാണ്. കാരണം DCക്ക് പാരലാണ് GQ. അതിന്റെ ഒരു സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ തന്നെയായിരിക്കും മറ്റേ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അതായത് 2:1 തന്നെയാണ് ഈ സൈഡിനും 2:1. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പാർട്ടാണ്? 2+1 3 പാർട്ടില് AQ എത്ര പാർട്ടാ? 2 പാർട്ട് അല്ലെ. അതായത് 3 പാർട്ടിൽ 2 പാർട്ടാണ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? AQ ഡിവൈഡഡ് ബൈ AC എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുന്നത് അല്ലെ. ACയുടെ ലെങ്ത് ആണ് ടോട്ടൽ, അതായത് 3 പാർട്ട്. അതിനകത്ത് AQ എത്ര പാർട്ട് മാത്രമേ ഉള്ളൂ? 2 പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനി ACയുടെ വിലയാണല്ലോ തന്നിരിക്കുന്നത് 21. അതുകൊണ്ട് ACയുടെ സ്ഥാനത്ത് ഏത് എഴുതാം? 21 എന്ന് എഴുതാം അല്ലെ. അതായത് 2 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു AQ ഡിവൈഡഡ് ബൈ 21. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 2 × 21 2 × 21 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇങ്ങോട്ടേക്ക് AQ × 3 AQ × 3 2 × 21 42 അല്ലെ. 42 ദാറ്റ് ഈസ് ഈക്വൽ ടു AQ × 3. ഇനി 3 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേ. അതായത് 42 ഡിവൈഡഡ് ബൈ 3 വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു AQ. ഇനി 42 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 4-നകത്ത് ഒരു പ്രാവശ്യം, ദെൻ 3 ശിഷ്ടം 1 12-നകത്ത് എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം അല്ലെ. ഇപ്പൊ 14. അതായത് 42 ഡിവൈഡ് ബൈ 3 എത്രയായിട്ട് കിട്ടും? 14 ദാറ്റ് ഈസ് ഈക്വൽ ടു AQ എന്ന് നമുക്ക് കിട്ടും. അതായത് AQവിന്റെ ലെങ്ത് എത്രയാണ്? 14 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. 14 സെന്റിമീറ്റർ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് x+y × u+v. x+y × u+v നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ യൂസിങ് ദിസ് റൈറ്റ് x+3 × y+4 ആസ് ദ സം ഓഫ് 4 ടൈംസ്. ഇതിനെയും ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഒന്നാമത്തത് ഏതാണ്? x+y × u+v. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? ആദ്യത്തെ ബ്രാക്കറ്റിലെ ഓരോ സംഖ്യനെയും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x × u then x × v ചെയ്യണം അല്ലെ. പ്ലസ് x × v then y × u പ്ലസ് yu then y × v പ്ലസ് yv. ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വെറുതെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഇനി രണ്ടാമത് എന്താ? രണ്ടാമത്തെ ഈ പ്രൊഡക്റ്റിനെയും എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 4 ടൈംസിന്റെ സം ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്താലോ? b x+3 × y+4 ദാറ്റ് ഈസ് ഈക്വൽ ടു x × y ചെയ്യണം, x × 4 ചെയ്യണം അല്ലെ. അപ്പോൾ x × y xy പ്ലസ് x × 4 4x then പ്ലസ് 3 × y 3y then 3 × 4 12 അല്ലെ. പ്ലസ് 12. ഇതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 4 ടേംസിന്റെ സം ആയിട്ട് കിട്ടി അല്ലെ. 1 2 3 4 4 ടേംസിന്റെ സം ആയിട്ട് കിട്ടി. ഇത്രയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. x and y are the small angles of a right triangle. What is x+y? If x - y equal to 10, then find the small angles of the triangle. അപ്പോൾ ഒരു മട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ചെറിയ ആംഗിൾസ് ആണ് എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് x+y എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഒരു മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? മട്ടത്രികോണത്തിന്റെ ഒരാംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരാംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ x+y ബാക്കിയുള്ള 2 ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ഓൾറെഡി ആയി. ടോട്ടൽ 180 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസി അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x+y ചെറിയ ആംഗിൾസിന്റെ സം എത്രയാണ്? 90 ഡിഗ്രി അല്ലെ. x+y 90 ഡിഗ്രി ആയിട്ട് കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x - y
എക്സ് മൈനസ് വൈ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എക്സ് മൈനസ് വൈ 10. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അത് 90 ആണ്. ദെൻ എക്സ് മൈനസ് വൈ 10 ആയിട്ട് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സും വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ട് നമ്പേഴ്സിന്റെ സമ്മും അവയുടെ ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടുക, അതിന്റെ ഹാഫ് എടുക്കുക അല്ലെ. അതായത് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടുക 90 പ്ലസ് 10. ഇനി അതിന്റെ പകുതി എടുക്കണം അല്ലെ, ഡിവൈഡഡ് ബൈ 2. 90 പ്ലസ് 10 100 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ഒരു ആംഗിൾ എത്രയായിട്ട് കിട്ടി? 50 ഡിഗ്രി ആയിട്ട് കിട്ടി. ഇനി മറ്റേ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ ചെറിയ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവയുടെ ഡിഫറൻസ് എടുക്കുക, അതിന്റെ പകുതി കണ്ടുപിടിക്കുക. അതായത് y ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡിഫറൻസ് 90 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2. 90 മൈനസ് 10 80 അല്ലെ. 80 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ചെറിയ ആംഗിൾസ് ഏതൊക്കെയാണ്? 50 ഡിഗ്രിയും 40 ഡിഗ്രിയും. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെന്റിമീറ്റർ. 11 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് വരയ്ക്കേണ്ടത് 11 സെന്റിമീറ്റർ ചുറ്റളവുള്ള അല്ലെങ്കിൽ പെരിമീറ്റർ ഉള്ള ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത് അല്ലെ. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്? ആദ്യം 11 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. 11 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ. ആ ലൈനിന് എ ബി എന്ന് പേര് കൊടുക്കാം. എ ബി. ഇനി എന്ത് ചെയ്യുക? ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ എത്രയാണ്? 1:1:1 അല്ലെ. 1:1:1 ആണ്. അപ്പോൾ നമുക്ക് ഏതായിരിക്കും ചെരിച്ചുള്ള വര വരയ്ക്കേണ്ടത്? ഒന്നല്ലെങ്കിൽ 1+1+1 3 സെന്റിമീറ്റർ വരയ്ക്കാം അല്ലെ. അല്ലെങ്കിലോ 2:2:2 എന്ന് വരയ്ക്കാം അല്ലെ. അപ്പോൾ എത്രയാ? 2 2 4 2 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കാം. ഞാനിവിടെ 6 സെന്റിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 6 സെന്റിമീറ്റർ ഉള്ള ലൈൻ ചെരിച്ചു വരയ്ക്കുക. ഞാൻ എ സി എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിന്റെ നീളം 6 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ വീതം പോയിന്റ് കിട്ടും. ഇനി എന്ത് ചെയ്യണം? സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കണം അല്ലെ. സിയും ബിയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇതിന് ഡി എന്ന് കൊടുക്കാം, ഇതിന് ഇ എന്ന് കൊടുക്കാം. ഇനി സി ബിക്ക് പാരലായിട്ട് ഡിയിൽ കൂടെയും ഇ കൂടെയും ഓരോ ലൈൻ വരയ്ക്കുക. കോമ്പസ് എടുത്ത് സി ബി അളന്നെടുക്കണം. അതിനുശേഷം ഡിയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കണം, ഇയിൽ നിന്നും ഒരാർക്ക് വരയ്ക്കണം. ഇനി ഡി സി അളന്നെടുക്കണം. ബിയിൽ നിന്ന് ആദ്യം വരച്ച ആർക്കിനെ കട്ട് ചെയ്യണം. അതിനുശേഷം ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ ആർക്കിനെ വീണ്ടും കട്ട് ചെയ്യണം. ഇനി ആ കട്ടിംഗ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കണം. ഡിയും ആദ്യത്തെ കട്ടിംഗ് പോയിന്റും തമ്മിൽ, ദെൻ ഇയും രണ്ടാമത്തെ കട്ടിംഗ് പോയിന്റും തമ്മിൽ. ആ ലൈൻ എ ബിനെ കട്ട് ചെയ്യും. അതിന് ഞാൻ എക്സ് വൈ എന്ന് കൊടുക്കാം. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ ലൈനിനെ, അതായത് 11 സെന്റിമീറ്ററിന്റെ ഈ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ലെങ്ത് അളന്നെടുത്തിട്ട് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചാൽ മതി. അപ്പോൾ ഞാൻ എ എക്സ് അളന്നെടുത്തു. ഇനി താഴത്തേക്ക് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോവാം. എക്സിൽ നിന്ന് ആർക്ക് വരച്ചു. ഇനി എയിൽ നിന്നും ആർക്ക് വരയ്ക്കും. ഇനി ആ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കും. അതിന്റെ മൂന്നാമത്തെ പോയിന്റിന് നമുക്ക് പി എന്ന പേര് കൊടുക്കാം. എ പി എക്സ് നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അതിന്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ്? 11 സെന്റിമീറ്റർ. 11 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്നത്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് കുറെ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലെ. 1/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.111 എക്സെട്ര. 2/9 0.22 എക്സെട്ര. 3/9 0.33 എക്സെട്ര. റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. അടുത്ത ലൈൻ അപ്പൊ ഏതായിരിക്കും? 3/9 വരെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അടുത്ത ലൈൻ ഏതായിരിക്കും? 4/9. 4 ഡിവൈഡ് ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതെങ്ങനെ എഴുതും? 0.444 എക്സെട്ര അല്ലെ. 0.444 എക്സെട്ര. ഇനി അടുത്തത്
റൈറ്റ് 0.44 എക്സെട്ര ആസ് എ ഫ്രാക്ഷൻ. നേരെ തിരിച്ചെഴുതാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ഫ്രാക്ഷൻ രൂപ ഏതാണ്? 4/9 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/9. ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് റൂട്ട് 0.444 എക്സെട്ര അല്ലേ. അതായത് റൂട്ട് 0.444 എക്സെട്ര. ഇതിന്റെ റൂട്ട് എന്തായിട്ട് എഴുതണം പറഞ്ഞിരിക്കുന്നത്? ഡെസിമൽ ആയിട്ട് എഴുതണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.444 എക്സെട്ര ഏതാണ്? 4/9 അല്ലേ. അതിനൊരു റൂട്ടും കൂടെ വന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് 4/9 എഴുതാം അല്ലേ. 0.444 എക്സെട്ര ആണ് 4/9. അതിനൊരു റൂട്ടും കൂടെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ റൂട്ട് നമുക്ക് രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കത്തില്ലേ? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനുമായിട്ട്. അതായത് റൂട്ട് 4 ഡിവൈഡ് ബൈ റൂട്ട് 9 എന്ന് എഴുതാം അല്ലേ. റൂട്ട് 4 എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ റൂട്ട് 9 അത് 3 അല്ലേ. അതായത് നമുക്ക് ഇതിന്റെ വാല്യൂ എത്രയായിട്ട് കിട്ടി? 2/3 എന്ന് കിട്ടി. ഇനി 2/3ക്ക് സെയിം ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചേ. ഡിനോമിനേറ്റർ 9 വരാൻ പാകത്തിന്. അതായത് ഇവിടെ ഡിനോമിനേറ്റർ 3 ആണല്ലേ. ആ 3നെ ഒന്ന് 9 ആക്കിക്കേ. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടത്തില്ലേ? അപ്പൊ ഞാൻ ഈ ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം. ഇൻറ്റു 3. അങ്ങനെ ഒരു ഫ്രാക്ഷന്റെ ഒരു ഭാഗം മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കൊണ്ട്? 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഒരു വശം ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മോൾ ഭാഗവും മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 × 3 6 കിട്ടും അല്ലേ. 6 ഡിവൈഡ് ബൈ 3 × 3 9 കിട്ടും. 6/9ന്റെ ഡെസിമൽ എന്താ? ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ 2/9 222 എക്സെട്ര അല്ലേ. 3/9 0.333 എക്സെട്ര അല്ലേ. അങ്ങനെയാണെങ്കിൽ 6/9 0.666 എക്സെട്ര എന്ന് കിട്ടും. അതായത് റൂട്ട് ഓഫ് 0.444 എക്സെട്രയുടെ ഡെസിമൽ ഫോം ഏതായിട്ട് നമുക്ക് കിട്ടും? 0.666 എക്സെട്ര എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ സെക്ഷന്റെ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ സെക്ഷനിൽ ആകെ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്തുനിന്ന് 4 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ബാക്കി ഇനി മൂന്നാമത്തെ പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.